ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 191 സെഷനാണല്ലോ ഇത്. ആറാം സദനത്തെക്കുറിച്ചുള്ള 31 വിചിന്തനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. ആറാം സദനത്തെക്കുറിച്ചുള്ള 6-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ ഖണ്ഡികയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്. കർത്താവിനെ കാണാനുള്ള വലിയ ആഗ്രഹം ദുസ്സഹമായിട്ട് അനുഭവപ്പെടുന്നതിനെക്കുറിച്ച് മദ്രസ പറഞ്ഞു വരികയായിരുന്നല്ലോ. അങ്ങനെ ഒരു ആഗ്രഹത്തെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു പോകണം, നിയന്ത്രിക്കണം എന്ന് മദ്രസ പറയുകയുണ്ടായി. എന്നിട്ട് മദ്രസ ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഇത് ആത്മീയമായി ഒത്തിരി വളർന്നവർക്കുണ്ടാകുന്നൊരു അനുഭവം ആയതുകൊണ്ട് പിശാച് ചിലപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ ഒത്തിരി ആത്മീയമായിട്ട് വളർന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ദുസ്സഹമായ ആഗ്രഹം ഇട്ടു തന്നെന്ന് വരാം. ഒരു പൈശാചിക കെണിയുടെ സാധ്യത അവിടെയുണ്ട്. അതേക്കുറിച്ച് സൂക്ഷ്മത എടുക്കണമെന്ന് മദ്രസ പറയുകയാണ്. ഇതുപോലുള്ള ആഗ്രഹങ്ങൾ പുണ്യത്തിൽ വളരെ പുരോഗമിച്ചിട്ടുള്ളവർക്ക് സാധാരണമാണെന്ന് തോന്നാവുന്നതിനാൽ നാം വളരെ ഉയർന്ന പദവിയിൽ എത്തിക്കഴിഞ്ഞെന്ന് നമ്മെ ധരിപ്പിക്കാൻ വേണ്ടി പിശാച് അവ നമ്മിലും അങ്കുരിപ്പിച്ചെന്ന് വരാം. അതിനാൽ അക്കാര്യത്തിൽ നമുക്ക് സദാ കരുതലുണ്ടായിരിക്കുന്നത് നന്ന്. എനിക്കൊന്ന് മരിച്ചാൽ മതിയായ, സ്വർഗത്തിൽ എത്തിയാൽ മതിയായിരുന്നു, എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടവും വിഷമവും കരച്ചിലും ഒക്കെ ആയിട്ടുള്ള ഒരവസ്ഥയിൽ പോകണ്ട എന്ന്. എങ്കിലും ആ വ്യസന നിമിത്തം ആത്മാവിൽ നിറയുന്ന സൗമ്യതയും പ്രശാന്തതയും നമ്മിൽ ഉളവാക്കുവാൻ അവന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നയിച്ചിട്ട് ആത്മീയ 6-ാം സദനത്തിൽ എത്തിയതിൻ്റെ ഫലമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ദുസ്സഹമായ സ്വർഗ പ്രാപ്തി ആഗ്രഹത്തിൻ്റെ പീഡയാണ് എങ്കിൽ അതിൻ്റെ കൂട്ടത്തിലൊരു സൗമ്യതയും പ്രശാന്തതയും ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ എത്ര കണ്ണു നിറഞ്ഞ് ഒഴുകിയാൽ പോലും. അതേസമയം പിശാചിൻ്റെ കെണിയായിട്ട് നമുക്ക് വരുന്ന ആത്മീയാനുഭവത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ളതല്ലാത്ത സ്വർഗ പ്രാപ്തി ആഗ്രഹവും മരിച്ചാൽ മതിയെന്ന ചിന്തയുമാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലൊരു അസ്വസ്ഥതയും ഒരു സമാധാനക്കുറവും സൗമ്യതയില്ലായ്മയും എല്ലാം ഉണ്ടാവാം. അങ്ങനെ അതിനെ ഡിസൈൻ ചെയ്യുന്ന മദ്രസ പറയുകയാണ്. പിശാചിൻ്റെ സ്വാധീനത്തിൽ ഉണ്ടാകാവുന്ന അനുഭൂതികൾ ലോകകാര്യങ്ങൾ സംബന്ധിച്ച് നമ്മളുണ്ടാകാവുന്ന പരിഭ്രമം പോലെ കുറേയൊക്കെ വികാര സമ്മിശ്രമാകാതിരിക്കുകയില്ല. ഒരു വൈകാരിക മേഖലയുള്ള അസ്വസ്ഥതയും ആഗ്രഹവും തീവ്രതയും മരിച്ചാൽ മതിയായിരുന്നു, എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു, സ്വർഗത്തിൽ എത്താൻ എന്ത് നമ്മൾ എന്നെ വിളിക്കാത്തത് എന്നാ, എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു വൈകാരിക മിശ്രണം, വികാര സമ്മിശ്രമായ ഒരു ആഗ്രഹവും തീഷ്ണതയൊക്കെ അതിനകത്ത് കയറി വരാം. അങ്ങനെ ഒരു സൂചന അത് ശരിക്കും ആത്മീയമല്ല എന്നുള്ളൊരു സൂചനയാണ്. രണ്ടിൻ്റെയും തരവ്യത്യാസത്തെക്കുറിച്ച് അനുഭവജ്ഞാനം ഇല്ലാത്തവർക്ക് വിവരമില്ലായിരിക്കും. നല്ലപോലെ അനുഭവജ്ഞാനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അങ്ങനെയൊക്കെ തോന്നുന്നത് വലിയ മേന്മയാണെന്ന് ധരിച്ചുകൊണ്ട് ആ വിചാരം പുലർത്തുവാനും ആരോഗ്യത്തിന് പോലും ഹാനി വരുത്തുവാനും ഇവിടെ വരികയും ചെയ്യും. ആ ദുരിതം അത്ര അസാധാരണമൊന്നുമല്ല, അത് തുടർച്ചയായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഒരു കെണി സാത്താൻ ഒരുക്കുന്നുണ്ട്. എനിക്കൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, എന്തെങ്കിലും അസുഖം കൂടി വന്നു, അല്ല അസുഖം മൂർച്ഛിച്ച് വന്നു, അപ്പോൾ മരിക്കും ഞാൻ മരിച്ചോളാം, സ്വർഗത്തിൽ പോകാം, അങ്ങനെ വിചാരിച്ചുകൊണ്ട് കിടന്നു. പക്ഷെ അസുഖം പിന്നെയും കുറഞ്ഞു, മരിച്ചില്ല. ഇൻഡസ്ട്രിക്കാരിന്ന് പുറത്തിറങ്ങി വീണ്ടും ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നു. അപ്പോഴേക്കും ഇങ്ങനെ അസ്വസ്ഥ പറയുമ്പോൾ ഞാൻ മരിക്കാമല്ലോ എന്ന് സന്തോഷിച്ച് കിടക്കുകയായിരുന്നു, എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു, അസുഖം എന്താ പിന്നെ കുറഞ്ഞു, അദ്ദേഹം എന്നെ വിളിക്കാത്ത എന്നാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കുന്നു, വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു, പരാതിപ്പെടുന്നു. ഒന്ന് മരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഇനി ഭൂമി ജീവിക്കണ്ട. അങ്ങനെയൊക്കെയുള്ളൊരു വൈകാരിക അസ്വസ്ഥതയും ഒക്കെ വരുന്ന ഒരു മരണ ആഗ്രഹം, സ്വർഗപ്രാപ്തി ആഗ്രഹം, അത് കരുത്തുള്ളതല്ല. അതൊരു സാത്താൻ്റെ കെണി അതിനകത്തുണ്ട്. മറിച്ച് ദൈവം തരുന്ന ഈ ആത്മീയ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് എങ്കിൽ അതിൻ്റെ കൂടെ നല്ല സൗമ്യതയും പ്രശാന്തതയും ഉണ്ടാവും. സ്വർഗീയമാണത്. ദുസ്സഹമായ പീഡയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ പൗലോസ് പറയുന്നത് കണ്ടതുപോലെ എനിക്ക് സ്വർഗത്തിൽ ദൈവത്തിനോട് ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എനിക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണത്, ഞാനത് നിർവഹിക്കും, ഞാൻ അവിടെ തുടർന്ന് ജീവിക്കുക തന്നെ ചെയ്യും എന്ന പ്രസവനം പറയുന്നിടത്തൊരു പ്രശാന്തതയുണ്ട്, സൗമ്യതയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. 7-ാമത്തെ ഖണ്ഡിക വേറൊന്നുകൂടിയുണ്ട് ശ്രദ്ധിക്കുവാൻ. ദുർബലരും വിശിഷ്യ നിസ്സാര സംഗതിയെപ്രതി കരയുന്ന വികാര വിവശരുമായ ആളുകൾക്ക്, ആർദ്ര ഹൃദയരും ഇത്തരം വ്യസനം ഉണ്ടാവുക സാധാരണമാണ്. അങ്ങനത്തെ ഒരു വശം കൂടെ അമദാസെ മുന്നറിയിപ്പ് തരികയാണ്. ദുർബല മനസ്സുള്ളവർ
കുഞ്ഞു കാര്യങ്ങളിൽ പോലും കരച്ചിൽ വരുന്ന പ്രകൃതമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള അല്പം ഒന്ന് ശ്രദ്ധിക്കണം. തങ്ങളുടെ വ്യസനമെല്ലാം ദൈവത്തെ പ്രതിയാണെന്നായിരിക്കും അവരുടെ ഉറച്ച വിശ്വാസം. വാസ്തവം അതായിരിക്കുകയില്ല. എനിക്കൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, സ്വർഗത്തിൽ എത്തിയാൽ മതിയായിരുന്നു, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കി ഇങ്ങനെ പറയുകയും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ആ കണ്ണീര് നിങ്ങൾ ശ്രദ്ധിക്കാനേ പോകരുതെന്ന് മദ്രസ പറയുകയാണ്. എന്നാൽ വാസ്തവം അതായിരിക്കില്ല. അവർ ചിലപ്പോൾ ധാരാളം കണ്ണുനീർ ചൊരിഞ്ഞെന്നും ദൈവത്തെക്കുറിച്ച് ഓർക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴെല്ലാം കുറെ നേരത്തേക്ക് ആ ബാഷ്പധാരയെ തടയാൻ നിവൃത്തി ഇല്ലാതായെന്നും വരാം. ഒത്തിരിയേറെ ഇരുന്ന് കരയും, ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ കണ്ണു നിറഞ്ഞ് ഒഴുകുന്ന അവസ്ഥ, നിയന്ത്രിക്കാൻ മേലാതെ കരയുന്ന അവസ്ഥ. അതിന് കാരണം അവരുടെ ചങ്കിന് എന്തോ നീർക്കെട്ടിന്റെ ഉപദ്രവം നേരിട്ടതായിരിക്കാം, ദൈവസ്നേഹം അല്ല. നമ്മൾ ചിലപ്പോൾ കടുപ്പമായിട്ടാണ് പറയുന്നത്, പരുഷമായിട്ടാണ് പറയുന്നത്. അങ്ങനെ കരച്ചിൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും, ചങ്കിന് എന്തോ നീർക്കെട്ട് വന്നിട്ടായിരിക്കും കരച്ചിൽ വരുന്നത്. അല്ലാതെ ഇതൊരു ഈ വാരാസാധനത്തിന്റെ ഈ ഒരു കണ്ണീരനുഭവം ആയിരിക്കുകയില്ല എന്ന് അല്പം കാർക്കശത്തിൽ അമദ്രസ പറയുകയാണ്. അവിടെ കരച്ചിലിന് ഒരവസാനവും ഇന്നും തോന്നിപ്പോകും. കരച്ചിലോട് കരച്ചിൽ, ദൈവത്തെ പ്രാപിച്ചാൽ മതിയായിരുന്നു, ദൈവത്തിനോട് ഒന്നായി ചേർന്നാൽ മതിയായിരുന്നു, മരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കണ്ണുനീർ ചിന്തുന്നത് നല്ലതാണെന്ന ധാരണ നിമിത്തം അത് നിയന്ത്രിക്കാൻ അവരൊട്ട് ശ്രമിക്കുകയുമില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് വേറെ തൊഴിലൊന്നുമില്ല. മദ്രസ അല്പം തെളിച്ചൊക്കെ പറയുകയാണ്. കണ്ണുനീർ വരുത്തി കരയാൻ പോലും അവർ ശ്രമിക്കും. ചിലപ്പോൾ കരച്ചിൽ വരാത്തപ്പോൾ കരയാൻ നോക്കും. കരച്ച് കണ്ണ് വരുത്തുന്നതായിട്ട് തന്നെ അവരറിയാതെ തന്നെ പരിശ്രമിച്ചെന്ന് വരും. അവരുടെ ആരോഗ്യം നശിപ്പിക്കുകയാണ് പിശാചിന്റെ ലക്ഷ്യം. പ്രാർത്ഥനയ്ക്കും ക്രമാനുഷ്ഠാനത്തിനും അങ്ങനെ അവർ അപ്രാപ്തരായി തീർന്നുകൊള്ളുമല്ലോ. അവിടെ ഇങ്ങനത്തെ കരച്ചിലേക്ക് അവർ പരവേശപ്പെട്ടു അവശതപ്പെട്ടും പോകുന്ന അവസ്ഥ വളരെ ഗൗരവത്തിലെടുക്കണം. സാധാരണ കെണിവെക്കുക മദ്രസ പറയുകയാണ്. സകലവും ആപൽക്കരമാണെന്ന് ഞാൻ പറയുന്ന നിമിത്തം നിങ്ങൾ ഇതികർത്തവ്യത മോഡൽ ആയേക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കലക്കം വരാൻ ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത്. ആത്മീയമായിട്ട് വളർന്നു കയറിയപ്പോൾ ദൈവത്തിൻ്റെ വഴി നടക്കാൻ ആഗ്രഹമുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, കുറച്ച് കാലം കയറി വരുന്നുണ്ട്. പക്ഷേ എന്തുമാത്രം അപകടങ്ങളെ കാത്തിരിക്കുന്നു. അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ അങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനേക്കാളും ഭേദം ഇങ്ങനത്തെ പ്രാർത്ഥനയായിട്ട് പോകാതിരിക്കുകയാണ് നല്ലത് എന്നുള്ള ഒരു കർത്തവ്യ മൂഢരായുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് എനിക്ക് ശങ്ക. ബാഷ്പപ്രവാഹം പോലെ അഭിലഷണീയമായ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് ചതിവ് പറ്റാമെങ്കിൽ എനിക്കും അത് സംഭവിച്ചുകൂടെ നിങ്ങൾ ചോദിച്ചേക്കാം. ബാഷ്പപ്രവാഹം, കണ്ണീർ അഭിഷേകത്തോടുകൂടിയുള്ള പ്രാർത്ഥന, സ്തുതിപ്പ്, അതൊരു അനുഗ്രഹത്തിൻ്റെ തന്നെ വശം, അനുഗ്രഹം തന്നെയാണ്. ആത്മീയമായി അങ്ങനെ അനുഗ്രഹം ഉണ്ടെന്ന് മദ്രസ പറയുകയാണ്. പക്ഷേ സൂക്ഷിക്കേണ്ടതുണ്ട്, ചതിവ് പറ്റാം. അപ്പോൾ നമുക്ക് സംഭവിക്കാം, സൂക്ഷിക്കണം. സംഭവിക്കാം. പക്ഷേ എന്നിലല്ലെങ്കിലും ചില ആളുകളിൽ അത് സംഭവിക്കുമെന്ന് നിരീക്ഷണം കൊണ്ട് ഗ്രഹിക്കാതെ അല്ല ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് രണ്ട് വശമുണ്ട്. കണ്ണീർ അഭിഷേകത്തോടെയുള്ള പ്രാർത്ഥനയും ആരാധനയും സ്തുതിപ്പും ദൈവാനുഭവം അതൊരു അനുഗ്രഹമായിട്ട് തന്നെ ദൈവം തരുന്നതാണ്. അതുകൊണ്ട് പക്ഷെ സൂക്ഷിക്കണം. എൻ്റെ ഹൃദയം ഒട്ടും തന്നെ ആർദ്രമല്ല, വളരെ കഠിനമാണ്. സ്വന്തം കാര്യം മദ്രസ പറയാണ്. ഞാനൊരു പ്രായേണ താരതമ്യേന ഒരു കഠിന ഹൃദയായ സ്ത്രീയാണ്. തന്നിമിത്തം ഞാൻ ചിലപ്പോൾ വ്യസനിക്കാറുമുണ്ട്. എൻ്റെ ഹൃദയം കുറച്ചുകൂടി ആർദ്രതയുള്ളതായിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്, ആഗ്രഹിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും ഉള്ളിലെ അഗ്നി വർത്തമാനമാകുമ്പോൾ എൻ്റെ ഹൃദയം എത്ര കടുത്തിരുന്നാലും അത് ഒരു സന്യകത്തിൽ നിന്ന് എന്നോണം ജലഗണങ്ങൾ ഇറ്റിറ്റു വരും. അത്ര കഠിനമായ ഹൃദയം എൻ്റെത്. പക്ഷെ എങ്കിൽ പോലും സ്നേഹത്തിൻ്റെ അഗ്നി, ഉള്ളിലെ അഗ്നി വർത്തമാനമാകുമ്പോൾ, എൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ അഗ്നി കത്തി ജ്വലിച്ച് പൊങ്ങുമ്പോഴേക്കും എൻ്റെ ഹൃദയം എത്ര കടുത്തതാണെ പോലും ഒരു ജലധാര അല്ലെങ്കിൽ വെള്ളം തെളിക്കുന്ന ഉപകരണം, ഡിസ്റ്റില്ലർ, അതിനകത്തുനിന്ന് എന്ന പോലെ എൻ്റെ കൂടെ കണ്ണുനീര് വരും. അമ്മയുടെ സ്വന്തം അനുഭവം പറയുകയാണ്. ഞാൻ കണ്ണുനീർ നിൽക്കാൻ പറയാതെ ഇങ്ങനെ കാര്യം. ആ ഉത്ഭവസ്ഥാനത്ത് നിന്ന് വരുന്ന കണ്ണുനീർ വ്യക്തമായി തിരിച്ചറിയാം. അങ്ങനെ ഒരു ഉള്ളിൻ്റെ സ്നേഹാഗ്നി കത്തി ജ്വലിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള ദുസ്സഹ പീഡയിൽ നിന്നും വരുന്ന കണ്ണുനീർ വേറെ കണ്ണുനീരാണ്. അത് തിരിച്ചറിയാൻ പറ്റും, മദ്രസ പറയാണ്. അപ്പൊ കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടാകരുന്നുള്ളതല്ല, അത് ഉള്ളത്തിന്റെ ആഴത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടി ആഗ്രഹത്തിൽ കത്തിച്ചൊരിച്ചു വരുന്നതാണ്. അത് ബാഹ്യമായ എന്തെങ്കിലും വികാരം വെച്ചോ ആഗ്രഹമോ ചിന്ത വെച്ചോ വരുന്ന ഒരു കണ്ണീരൊഴുക്കലല്ല. അവിടെ ഒരു വിവേചനത്തിന്റെ വശം മദ്രസ പറയാണ്. സംഭ്രമം ഒന്നും ഉളവാക്കാതെ അവ ആശ്വാസവും സമാധാനവും നൽകും. ഗണ്യമായ യാതൊരു ഉപദ്രവം ചെയ്യുകയില്ല. അങ്ങനെയുള്ള കണ്ണീരനുഭവം
മറ്റേ കണ്ണീരനുഭവം നമുക്ക് സംഭ്രമമാണ്, പരാതിയാണ്, സങ്കടമാണ്, നിസ്സഹായതയാണ്, പറച്ചിലാണ്, കരച്ചിലാണ്. അങ്ങനെ നമ്മൾ തളർന്നങ്ങ് പോകും. ആശ്വാസം ഇല്ലായ്മയാണ് അവിടെ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ആശ്വാസവും കരുത്തുമാണ്. സംഭ്രമമൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറയുകയാണ്. ഗണ്യമായി അതിൽ ഉപദ്രവം ചെയ്യുകയില്ല. അതിനാൽ വഞ്ചനയുണ്ടെങ്കിൽ തന്നെയും എളിമയുള്ള പക്ഷം ശരീരത്തിനല്ലാതെ ആത്മാവിന് ഹാനിയൊന്നും സംഭവിക്കുകയില്ലെന്നതാണ് അതിൻ്റെ സവിശേഷത. അതുകൊണ്ട് എളിമയോടെ നീങ്ങുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും വഞ്ചനയുടെ ഒരു ആക്രമണം ഉണ്ടായാൽ പോലും യഥാർത്ഥത്തിൽ ആത്മാവിന് ദോഷമൊന്നും വരികയല്ല. ശരീരത്തിനിപ്പോൾ കരശരൻ്റെ ഒരു ഭാരം വന്നാൽ, ഒരു ചോർച്ച വന്നാൽ പോലും എളിമയില്ലാതെ വന്നാൽ നേരിടാൻ സാധ്യതയുള്ള അപകടത്തെക്കുറിച്ച് കരുതലുണ്ടായിരിക്കുന്നത് നന്ന്. അവിടെ ഇവിടെയും നമ്മൾക്ക് എളിമയുടെ ഒരു ഉറപ്പ് അനുഭവം ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിലുള്ള അനുഭവമാണെങ്കിലും എന്ന് മദ്രസ പറയുകയാണ്. അപ്പോൾ ഇത് സ്വച്ഛന്തത, സമാധാനം, പരാതി ഇല്ലായ്മ, ആഴത്തിലുള്ള ഒരു സങ്കടം, ദുഃഖം, വേദന വന്നിട്ടുള്ള കണ്ണീര്, അതാണ് കരുത്ത് മദ്രസ പറയുന്നത്. മറ്റേത് സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ, അത് തിരിച്ചറിയണം. 9ാമത്തെ ഖണ്ഡിക, കുറെ അധികം കരഞ്ഞ നിമിത്തം എന്തെങ്കിലും നേട്ടമുണ്ടായെന്ന് കരുതേണ്ടതില്ല. അങ്ങനെ കണ്ണീരാഭിഷേകം വന്നുകൊണ്ട് നേട്ടമുണ്ടാകുമെന്ന് കരുതണ്ട. കഠിനാധ്വാനം കൊണ്ട് വേണം സുഹൃതങ്ങൾ അഭ്യസിക്കാൻ. നമ്മൾ തന്നെ ബലം പ്രയോഗിക്കണം. സ്വർഗരാജ്യം ബലവശ്യമാണ്, ബലവാന്മാരെ പിടിച്ചെടുക്കും. ഈ ബലപ്രയോഗം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുക, നമ്മൾ എളിമയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുക, പരസ്നേഹത്തിന് വേണ്ടി നമ്മൾ തന്നെ ബലം പിടിക്കുക, സ്വയം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതാണ് ബലപ്രയോഗം. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അതാണ്, കഠിനാധ്വാനം. ദൈവം നമുക്ക് തരാൻ തീരുമാനസാകുമ്പോൾ കണ്ണുനീർ വന്നുകൊള്ളട്ടെ, അതേപോലെ ചിന്തിക്കാനേ പോകണ്ട. അത് വരിക പോവുക നമ്മുടെ വിഷയമല്ല. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ്, ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകണ്ട. അത് വരുത്താൻ വേണ്ടി ശ്രമം ഒന്നും ചെയ്യേണ്ടതില്ല. അത് നമ്മുടെ വരേണ്ട സ്ഥലത്തെ നല്ലവണ്ണം നനച്ച് ഫലപുഷ്ടമാക്കിക്കൊള്ളും. വരുന്നെങ്കിൽ വരട്ടെ, വന്നോട്ടെ, അത് എപ്പോഴും നിൽക്കുമ്പോൾ നിന്നോട്ടെ, അതിലേക്ക് ശ്രദ്ധ പോകണ്ട. അത് നമ്മുടെ വരേണ്ട സ്ഥലത്തെ നല്ലവണ്ണം നനച്ച് ഫലപുഷ്ടമാക്കിക്കൊള്ളും. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന സങ്കടത്തിൻ്റെ, വേദനയുടെ കണ്ണീരാണെങ്കിൽ അത് നമുക്ക് ഉപകാരപ്രദമാണ്. അത് സ്വർഗത്തിൽ നിന്ന് ഊറി വരുന്ന ജലമായതുകൊണ്ട് അതിൻ്റെ പേര് നാം അത്ര ആവേശം കൊള്ളേണ്ടതുമില്ല. നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണീരൊഴുക്കാണ്, സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആവേശം വേണ്ട, അഭിമാനവും വേണ്ട, സത്യം കേന്ദ്രീകരിക്കേണ്ട. അതിലേക്ക് തമ്പുരാനെ നോക്കിക്കൊണ്ട് നമ്മളെ തന്നെ ഉപേക്ഷിക്കാൻ, സ്നേഹത്തിന് ആഴപ്പെടാനുള്ള മത്സരമായിട്ട് മാത്രം നമ്മൾ നീങ്ങിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.